ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിമിനലുകളുടെ പെണ്ണുങ്ങൾ എന്ന ഒരു സംഗതിയാണ് നമ്മളിവിടെ നോക്കുന്നത്. എന്താപ്പോൾ ഇത് ക്രിമിനലുകളുടെ പെണ്ണുങ്ങൾ? പാടിയൂർ കേസ് അറിഞ്ഞിട്ടുണ്ടായിരിക്കും അല്ലേ? നമ്മൾ വളരെയധികം ഞെട്ടലോട് കൂടിയിട്ടാണ് ആ ഒരു വാർത്ത കേട്ടത്. ഒന്നാം ഭാര്യനെ ഒരു ചെങ്ങായി കൊന്നിട്ട്, അതായത് ഈ പഴകിയ മാംസമൊക്കെ ഉപേക്ഷിക്കണ തട്ടുന്ന സ്ഥലമല്ലേ, അങ്ങനെയുള്ള ഒരു പൊന്തക്കാട്ടിൽ അവിടെ കൊണ്ടുപോയിട്ട് കുഴിച്ചിടുകയാണ് ഒന്നാം ഭാര്യനെ കൊന്നിട്ട്. എന്തിന്? കാമുകിയുടെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ട്. അയാൾ എന്നിട്ട് ജയിലിലാവണു. എന്നിട്ട് ജാമ്യം കിട്ടി പുറത്തിറങ്ങിയതിന് ശേഷം ആൾ കല്യാണം കഴിക്കണം. അതൊരു അധ്യാപികനെ കല്യാണം കഴിച്ചതിന് ശേഷം ആ അധ്യാപികനെ കൊല്ലുകയാണ്. കാമുകി അറിയാണ്ടാണ് അധ്യാപികനെ കല്യാണം കഴിക്കുന്നത്. അധ്യാപികയുടെ അമ്മേനെയും കൊല്ലുകയാണ്. എന്തിന്? സംശയത്തിൻ്റെ പേരിൽ. അപ്പോൾ എൻ്റെ ഒരു പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ക്രിമിനലുകൾക്ക് എങ്ങനെയാണ് പെണ്ണ് കിട്ടണത്? ഒരു അധ്യാപികയായ ഒരുത്തി ഒന്നും നോക്കാണ്ട് എങ്ങനെയാണ് ഈ ക്രിമിനലിൻ്റെ കൊലക്കേസ് പ്രതിയുടെ വലയിൽ വീഴണത്? വലയിൽ എങ്ങനെ അവരെയാണ് കല്യാണം കഴിക്കണത്? ഇവിടെ കൊലക്കേസ് പ്രതികൾക്കൊക്കെ പെണ്ണുണ്ട്. വീട് നോക്കണ അല്ലെങ്കിൽ മാനമര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകൾക്ക് ഇവിടെ ഒരു ഡിമാൻഡും ഇല്ല. ഡിമാൻഡുള്ളത് കഞ്ചാവോളികൾ, അതേപോലെ കൊലക്കേസ് പ്രതികൾ, അതേപോലെ ഗെയിമേഴ്സ് എന്ന് വെച്ചാൽ ഒരേ സമയത്ത് കുറേ പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പുള്ള ആളുകൾ ഒക്കെ അല്ലേ. എനിക്കിത് പല സമയത്ത് തോന്നിയിട്ടുണ്ട് കേട്ടോ. ആത്മാർത്ഥത കാണിക്കുന്ന അല്ലെങ്കിൽ മാനമര്യാദയ്ക്ക് ജീവിക്കണം എന്ന് വിചാരിക്കുന്ന വളരെ ജെനുവിനായ ആളുകൾക്ക് ഇവിടെ പെണ്ണുമില്ല ചെക്കനുമില്ല. പെണ്ണും പടക്കോഴിയില്ല, ഒരു കോപ്പുമില്ല. ഇവിടെ എന്താ കാര്യം വെച്ചതേ ഉള്ളൂ. ഇതല്ലേ ഹീറോയിസം? ഇതൊക്കെ തന്നെ ഹീറോയിസം തോന്നുന്ന ആളുകൾക്ക്. ഇവരുടെ സൈക്കോളജി മനസ്സിലാവില്ല. ഒന്നല്ലെങ്കിൽ ഇവർ ഒരു ട്രാപ്പിൽ പെടുന്നതാണ്. ഇപ്പോൾ ഫോൺ വഴി, അല്ലെങ്കിൽ നമ്മൾ ഫോൺ തെറ്റാണെന്നല്ല കേട്ടോ പറയുന്നത്, ഫോൺ വഴി അല്ലെങ്കിൽ ഹീറോ വർഷിപ്പ്. ചില ആളുകൾക്ക് അങ്ങനെയാണ്. എന്തെങ്കിലും കേസുകളിൽ പെട്ടിട്ടുള്ള, അടിക്കേസുകളിൽ പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പല പ്രശ്നങ്ങളിലും പോയി ചാടിയിട്ടുള്ള ആളുകളെ നന്നാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പെണ്ണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് തോന്നുന്നു. അതായത് പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പണ്ട് അങ്ങനെയായിരുന്നു, പക്ഷേ ഇപ്പം എൻ്റെ ചേട്ടായി ഒരുപാട് മാറിയിട്ടുണ്ട്. ആ ചേട്ടായിനെ അല്ലെങ്കിൽ ഞാൻ മാറ്റിയെടുക്കും. പിന്നെ ചേട്ടായി പണ്ടത്തെ പോലെ അങ്ങനെ ധൂനിവാസം കാണിക്കുന്നില്ല. ചേട്ടായി മനമര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരാളുടെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ, അവരിൽ വലിയ മാറ്റം ചിലപ്പോൾ ഈ പെണ്ണിന് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ പെണ്ണിന് വലിയ വിലയില്ലാന്ന് പെണ്ണിന് സ്വയം തോന്നുന്നതാണ്. ആൾക്കാരെ മാറ്റിമറിക്കാൻ വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പില്ലേ. ഏറ്റവും അവസാനം എന്താ സംഭവിക്കണത്? ഏറ്റവും അവസാനം ഇങ്ങനെ നമ്മൾ സ്ത്രീകളെ അടച്ചാക്ഷേപിക്കണതല്ല കേട്ടോ, പൊതുവേ കാണുന്ന ഒരു ട്രെൻഡാണ്. പല ആൾക്കാർ കണ്ടിട്ടില്ലേ, കള്ളിനും കഞ്ചാവിലൊക്കെ അടിമയായിട്ടുള്ള ഒരുപാട് പെണ്ണുങ്ങളായിട്ട് റിലേഷൻഷിപ്പുള്ള, പീഡന കേസിൽ വരെ പ്രതിയായിട്ടുള്ള ആൾക്കാരെ കൂടെ പെണ്ണുങ്ങൾ ചാടിപ്പോണ്. തിരിച്ച് ചില ആണുങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആത്മാർത്ഥത കാണിക്കുന്ന ഡീസൻ്റ് എന്നൊക്കെ പറയുമ്പോൾ പ്രശ്നം, എന്തെങ്കിലും ആത്മാർത്ഥത കാണിക്കുന്ന വളരെ ജെനുവിനായ പെണ്ണിനോടൊന്നും ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇവർക്ക് എന്താ വെച്ചാൽ കോപ്രായം കാണിച്ച് നടക്കുന്ന, പല തോന്നിയാസങ്ങളും കാണിക്കുന്ന പെണ്ണുങ്ങളോടായിരിക്കും താല്പര്യം. ഈ ജെനുവിനായോ ആ പെണ്ണുങ്ങളെയൊക്കെ പറ്റിച്ചിട്ടായിരിക്കും ഇവർ പോകണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് സമൂഹം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ടാണല്ലോ ഇവിടെ എന്താ പറയുക, പല ആൾക്കാരും ആത്മാർത്ഥത കാണിക്കുന്ന ആളുകളുടെ ജീവിതം മൂഞ്ചി പോണത്. എന്തായാലും ഇവിടെ കൊലപാതകമാണ്. ഒരു ഭാര്യനെ കൊന്നു, രണ്ടാമത്തെ ഭാര്യനെ കൊന്നു, അതേപോലെ കാമുകിക്ക് വേണ്ടിയിട്ട് ഒന്നാമത്തെ ഭാര്യനെ കൊന്നിട്ട് ചെങ്ങായി എന്ത് കാണിക്കുക, കാമുകി അറിയാണ്ട് വേറൊരുത്തിനെ കല്യാണം കഴിച്ച്. എന്തപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? നമ്മൾ ഒരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിലൊക്കെ ആവുന്ന ആളുകളുടെ അടുത്ത് എനിക്ക് പറയാനുള്ള, സജസ്റ്റ് ചെയ്യാനുള്ള ഒരു സാധനം വേണമെങ്കിൽ ഉപദേശം എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ഉപദേശമായിട്ടോ അല്ല, എന്താ ആയിക്കോട്ടേക്ക് തോന്നുന്ന സാധനം വേണമെങ്കിൽ എടുത്താൽ മതി പറയണ വാക്കുകൾ. അതായത് ഇവിടെ മാത്രം വർക്ക് ചെയ്യണ സാധനം, ഇമോഷൻ ഫീലിംഗ് വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക. ഇതും കൂടി ഒന്ന് ആലോചിക്കാം. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും സേഫല്ല. ചുമ്മാ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൻ്റെ മുകളിൽ തല വെച്ച് നിൽക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഒരാളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുക. ജീവിതകാലം മുഴുവൻ ഒരാളുടെ പിന്നാലെ നടന്നാലും അയാളെക്കുറിച്ച് നമുക്കൊരു ധാരണ കിട്ടണമെന്നില്ല. അതുപോലെ ആളുകൾ ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മളെന്ത് ചെയ്യണത്. ഒരാൾക്ക് ഇത്രയും വലിയൊരു ഹിസ്റ്ററി ഉണ്ടായിട്ട് അയാളെ നന്നാക്കാൻ വേണ്ടിയിട്ടില്ലെങ്കിൽ അയാളായിട്ട് റിലേഷൻഷിപ്പിലാണത്. സംഗതി ശരിയാണ്. ഒരാളിപ്പോൾ എത്ര ക്രൂരത ചെയ്തിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ പല തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അയാൾക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ ഈ സമൂഹത്തിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ നല്ല കാര്യം തന്നെ. പക്ഷേ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒരു മിനിമം ബോധം വെക്കണം. പ്രത്യേകിച്ച് അയാളായിട്ടുള്ള റിലേഷൻഷിപ്പിലാവുന്ന ആളുകളൊക്കെ. അപ്പോൾ ഇവരുടെയൊക്കെ സൈക്കോളജി എന്താ, മൈൻഡ് സെറ്റ് എന്തെന്ന് പറയാൻ പറ്റില്ല. ഇവരെന്ത് ചെയ്യാൻ മടിക്കൂല. അപ്പോൾ അതുമല്ല, 6 മാസം മുമ്പ് കല്യാണം കഴിഞ്ഞായിരുന്നു, ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് കല്യാണം കഴിച്ചായിരുന്നു. നമ്മുടെ നാട്ടിലേക്ക് ജാമ്യത്തിൽ ഇറങ്ങിയ ആളുകൾക്ക് പെണ്ണ് കൊടുക്കുക.
കൊടുക്കോ? എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഇത് ഈ വാർത്ത രാവിലെ ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം വെച്ചാൽ ഇയാൾ കൊന്നിട്ട് ഇയാൾ അവിടുന്ന് പോയിറങ്ങ്. എന്നിട്ട് ആ ശവം ബോഡി അഴുകിയിട്ട് സ്മെല്ല് ദുർഗന്ധം വന്നപ്പോഴാണ് അവിടുത്തെ അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ വന്നിട്ട് ഇത് പെങ്ങളോട് ഒക്കെ പറഞ്ഞിട്ട് ഇവർ വന്നിട്ട് നോക്കിയായിരുന്നു. പോലീസുകാരൊക്കെ വന്നപ്പോഴാണ് ഇതെങ്ങനെ ബോഡി ഇവിടെ കിടക്കുന്നുണ്ട്. എന്നിട്ട് അതുമല്ല, ഈ രണ്ടാം ഭാര്യ അധ്യാപികയാണെന്ന് പറയുന്നത്. അധ്യാപികയുടെ ഡ്രസ്സിൽ ഒരു A4 സൈസിൽ ഒരു പേപ്പറിൽ ഇവരുടെ ബോയ് ഫ്രണ്ട്സിൻ്റെ, നമ്മൾ നെഗറ്റീവായിട്ട് അങ്ങനെ പറയുന്നില്ല കേട്ടോ, ഇവരെ സുഹൃത്തുക്കളെന്ന് പറയുന്ന ആളുകളുടെയൊക്കെ ഫോട്ടോ ഒക്കെ അവിടെ ഇങ്ങനെ വെച്ചിരുന്നു. അതായത് എന്നിട്ട് ഒരു കുറിപ്പും, അതുകൊണ്ട് സ്വഭാവം ശരിയില്ല, ഇങ്ങനെ ആയതുകൊണ്ടാണ്, പരപുരുഷ ബന്ധമായതുകൊണ്ടാണ് കൊന്നത് എന്നൊക്കെ. സംശയരോഗം. അപ്പോൾ സംഗതി ഇത്രയേ ഉള്ളൂ. ആളുകളുടെ ഒരു ഇമോഷണലായിട്ടുള്ള മെൻ്റലായിട്ടുള്ള ഹെൽത്ത് വളരെ ശോകമാണ് തോന്നുന്നു. സംശയം തോന്നുന്നത് അങ്ങനെ. അപ്പോൾ ഇയാൾക്ക് എന്ത് ഇപ്പോൾ സപ്പോസ് അവർക്ക് അങ്ങനെ വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് തന്നെ വിചാരിക്കുക. അപ്പോൾ ഇയാൾക്ക് എന്ത് തോന്നിയാസം വേണമെങ്കിൽ ആവാം അല്ലേ? ഇയാൾ ഡീസൻറ്റ് പവിത്രനായ മനുഷ്യൻ, ബാക്കിയുള്ളൊരവസ്ഥ ഇങ്ങനെ. എന്തായാലും എന്തിൻ്റെ പേരിലായാലും ഒരാളെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത് ഇത്രയും മോശമായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്നത്. ബി സേഫ്. എന്തൊക്കെ പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പിലാവണതിന് മുമ്പ് എനിക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്യാൻ അവസരം ബി സേഫായിട്ടിരിക്കുക. ഇപ്പോൾ പല വാർത്തകളും ഉണ്ട്. 19കാരനായിട്ട് കമ്പനിയായിട്ടുള്ള 38 വയസ്സുകാരി, അതുപോലെ ന്യൂഡായിട്ടുള്ള ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തു. അവസാനം അവൻ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവന് കുറേ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ ഉണ്ടായിരുന്നിട്ട് എമ്മയ്ക്ക് വേറെ ഫ്രണ്ട് ഉണ്ട് എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ ഭീഷണിപ്പെടുത്തി. അതുപോലെ ഇത് ഫോട്ടോസ് ലീക്ക് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വേറെ ഹസ്ബൻഡ് ഉണ്ട്. അത് മൊത്തം പ്രശ്നമായി. അവസാനം 37 സൂയിസൈഡ് ചെയ്തു. എന്താണ്? ബോധമില്ലേ? അതും അങ്ങോട്ട് തോന്നുമ്പോൾ അങ്ങനെ മുട്ടി നിൽക്കുകയാണ്. അപ്പോഴത്തെ ഒരു അവസ്ഥ എന്താ വെച്ചാൽ സംഗതി ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇമോഷൻ്റെ പുറത്തും ഫീലിങ്സിൻ്റെ പുറത്തും മാത്രമായിട്ടൊരു കാര്യത്തിൽ ഇറങ്ങി പുറപ്പെടാണ്ടിരിക്കുക. 8 പണി ഇവിടുന്ന് കിട്ടുന്നുണ്ടായിരിക്കും. പിന്നെ ഈ കള്ളനും കൊലപാതകക്കും ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അവരൊക്കെ പുറമെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഫ്ലേർട്ട് ചെയ്തിട്ടും ഇതൊക്കെ ആയിരിക്കും പലപ്പോഴും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും റിയൽ ആവില്ല. നമ്മളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അവരിലേക്ക് ഒട്ടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കണ ഒരു ഡ്രാമ ആയിരിക്കും സംഭവം. അപ്പോൾ ഇത് മനസ്സിലാക്കാനുള്ള ബോധമില്ലേ? മിന്നുന്നതെല്ലാം പൊന്നല്ല. പുറമേ സ്വർണ്ണമുട്ട രീതിയിൽ കാണിച്ചിട്ട് ഉള്ളിൽ ചീഞ്ഞടിച്ച മുട്ടയായിരിക്കും ആ മുട്ട. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം ഉണ്ടാക്കുക. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ ഇനി നടന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ സംഗതി അത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ വിഷയമായിട്ട് വേറെ വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.